Good morning, people. I know it's been a very long time since we have met. ഒരു വലിയൊരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. I was shifting അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് which I'll talk about in the later videos. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോയുടെ കാരണം എന്ന് വെച്ചാൽ I'm going to attend a formal event. I mean, it's not a formal event. It's basically an inaugural event. Fujifilmന്റെ ഒരു പുതിയ ക്യാമറ ലോഞ്ച് ആവുന്നുണ്ട്. So they have invited me as a creator for the first time. I've hosted many number of shows. Like I've hosted കുറേ shows. പക്ഷേ this is the first time I'm getting invited as a creator. അപ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എക്സൈറ്റഡ്. എൻ്റെ ഫസ്റ്റ് ഇവൻ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ കൊല്ലത്താണുള്ളത്, എൻ്റെ വീട്ടിലാണ്. സോ ഐ ഹാവ് ടു ട്രാവൽ ഫ്രം ഹിയർ ടു കൊച്ചി. 3 മണിക്കാണ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഐ ഗോ ദെയർ ആൻഡ് ഗെറ്റ് ഡ്രസ്ഡ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് സ്കിൻ പ്രപ്പ് ചെയ്തിട്ട് ഞാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത്. സോ അങ്ങനെ സ്റ്റാർട്ട് വിത്ത് മൈ ഐസ് പാക്ക്. സോ ദാറ്റ് ഇസ് ഡൺ. അപ്പോൾ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ആൻഡ് മൈ സ്കിൻ ഇസ് കൈൻഡ് ഡ്രൈ റൈറ്റ് നൗ. അപ്പോൾ ഐ തോട്ട് ടു സ്റ്റാർട്ട് വിത്ത് നൈസിനമൈഡ്. ഞാൻ യൂഷ്വലി ഇത് ചെയ്യില്ല, പക്ഷെ എനിക്കിത്ര ക്ഷമയില്ല ഇതൊന്നും ചെയ്യാൻ. അമ്മേ, ഞാൻ യൂഷ്വലി ഇത് ചെയ്യില്ല, കാരണം എന്ന് വെച്ചാൽ ഇത്രയും സമയം എടുത്ത് ചെയ്യുക. കാരണം ഞാൻ എല്ലാ സമയത്തും ലേറ്റ് ആകും. അതുകൊണ്ടിട്ട് എനിക്ക് ഇതും കൂടെ ചെയ്തിട്ട് പോകാനൊരു സമയം കിട്ടാറില്ല. സോ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയം വരുമ്പോഴത്തേക്കും സമയം ഉണ്ടാക്കി ഇത് ചെയ്യാറുണ്ട്. കാരണം ഇതിങ്ങനത്തെ ഒരു ഇവൻറ്റും കൂടെ ആയതുകൊണ്ട് എൻ്റെ ഒരു വീഡിയോഗ്രാഫറും എഡിറ്ററും കൂടെ വരുന്നുണ്ട്. ഐ മീൻ എൻ്റെ ഒരു വീഡിയോഗ്രാഫർ വരുന്നുണ്ട്. അപ്പം എന്തായാലും അവിടെ ഒരു റീലാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് എടുത്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ടിരിക്കണമല്ലോ. സോ അതുകൊണ്ട് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല, ഇതൊന്നും ചെയ്യാനുള്ള ക്ഷമയും എനിക്കില്ല. സോ ഇതൊന്ന് നന്നായിട്ട് സിങ്കിൻ ആവട്ടെ. കുറച്ച് തേച്ചൊന്ന് ഇരുന്ന് ഒരു 2-3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഇത് സിങ്കിൻ ആവും. അതിനുശേഷം നമ്മുടെ മോയ്സ്ചറൈസറും കൂടെ ഇട്ട്. മാർച്ച് മാസത്തിൽ എന്താ ഇത്ര ചൂട്? ഐ കാൻ ടേൺ ഓൺ ദ ഫാൻ റൈറ്റ് നൗ ബിക്കോസ് മൈക്ക് ഓൺ ആയിരിക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ കുളമാവും. അതുകൊണ്ട് 2 മിനിറ്റ് കഴിയട്ടെ കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് സിങ്കിൻ ആയിട്ടുണ്ട്. അതില്ലെങ്കിലും ഇത്രയും മതി. കാരണം ഇനി സിങ്കിൻ ആവാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ പരിപാടിക്ക് എത്തത്തില്ല. ഞാൻ 8 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ എത്രയും 9:45 വെരി പങ്ക്ച്വൽ ആസ് യൂഷ്വൽ. ഇപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് ഞാൻ ഒത്തിരി മോയ്സ്ചറൈസർ എടുക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഫേസ് കുറച്ച് ഓയിലിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും മോയ്സ്ചറൈസർ ഞാൻ എടുക്കുന്നില്ല. പക്ഷേ കാറിനകത്ത് ഈ AC ഇട്ടുകൊണ്ട് പോകുമ്പോൾ സിൻസ് ഐ എം ഓൾസോ ഡ്രൈവിങ്, എൻ്റെ ഫ്രണ്ടിലേക്ക് എൻ്റെ മുഖത്തേക്കായിരിക്കും AC മൊത്തം അടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവും. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഒരു ഇച്ചിരി മോയ്സ്ചറൈസർ എടുക്കുന്നത്. ഞാൻ ഓൾറെഡി സ്വെറ്റിങ് ഭയങ്കരമായിട്ട്. ഞാനിന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ ബിയേർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് അതിനും കൂടെ ഇനി പുറത്ത് കൊണ്ടുപോയി കാശ് കൊടുക്കാൻ വയ്യ. ഓൾമോസ്റ്റ് എൻ്റെ മോയ്സ്ചറൈസർ പിടിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ സൺസ്ക്രീനും കൂടെ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് താങ്ങത്തില്ല. ഓൾറെഡി ഐ എം സ്വെറ്റിംഗ് ലൈക്ക് എനിത്തിങ്. കാരണം ഇതിരിക്കുന്നതുകൊണ്ട് എനിക്ക് AC ഫാനും ഇടാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞാൻ വിചാരിക്കാം സൺസ്ക്രീൻ ഇട്ടേക്കാം. കാരണം ഞാനിങ്ങനെ ഒരു ഇതിനകത്ത് ഇന്നലെ കാണാമായിരുന്നു. ദർ ഇസ് എ സൺസ്ക്രീൻ വിച്ച് യു ക്യാൻ ആക്ച്വലി ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന, വെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറ്റുന്ന സൺസ്ക്രീൻ ഉണ്ട്. അപ്പോൾ ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് ബെറ്റർ എന്നിങ്ങനെ ഒരു സ്റ്റഡീഡ് ഇതിങ്ങനെ വായിക്കായിരുന്നു. ഇറ്റ് വാസ് ഇൻ സം സോർട്ട് ഓഫ് ജേർണൽ യെസ്റ്റർഡേ. അപ്പം അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ യു ക്യാൻ വെള്ളത്തിൽ കലക്കി നമ്മളിങ്ങനെ ഇതൊക്കെ എടുക്കുന്ന സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് വാട്ട് ഐ റെഡ്, പക്ഷേ ദിസ് ഇസ് വാട്ട് ഇറ്റ് സെസ്. ഐ മീൻ ഡ്രിങ്കബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ഉണ്ട്. ആൻഡ് വിച്ച് ഇസ് ലൈക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ദാൻ ഈ അപ്ലൈയിങ് സൺസ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ തോട്ട് ഇറ്റ്സ് നൈസ് റൈറ്റ്. ഞാനിങ്ങനെ അത് ഓർഡർ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. ഇഫ് ഇറ്റ്സ് നൈസ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് സമയമുള്ളൊരു സമയത്ത് ഞാൻ എൻ്റെ ഒരു പ്രോപ്പർ സ്കിൻ കെയർ വീഡിയോയും കൂടെ കാണിച്ചു തരാം. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിനകത്തൊക്കെ ചോദിച്ചിട്ട്, എല്ലാവരും ഒന്നല്ല കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിനകത്ത് യൂട്യൂബിനകത്തൊക്കെ ഒരു സ്കിൻ കെയർ വീഡിയോ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനൊരു പ്രോപ്പറായിട്ടൊരു വീഡിയോ, എൻ്റെ സ്റ്റെപ്പ് അല്ല, ഇത് ഭയങ്കരമായ ഡെർമറ്റോളജിസ്റ്റ് അപ്രൂവ്ഡ് അല്ല, പക്ഷേ ദിസ് ഇസ് മൈ സ്റ്റെപ്സ്. ഐ മീൻ ദിസ് ഇസ് വാട്ട് ഐ ഡു. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ പറ്റാവുന്നൊരു ദിവസം കുറച്ച് സമയമുള്ളപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം തീരെ സമയമില്ല. അപ്പോൾ ദിസ് ഇസ് വാട്ട് ഐ എം ഡൂയിങ്. എനിക്ക് ഞാനിപ്പോൾ മുടിയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ബ്ലോ ഡ്രൈ ചെയ്യാമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഞാനിങ്ങനെ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഐ ജസ്റ്റ് ഷാമ്പൂ ഇട്ടിട്ട് കണ്ടീഷണറും ഇട്ടിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഞാനൊരു ഷോർട്ട്സും ടീഷർട്ടും ഇട്ടുകൊണ്ട് പോകാൻ വിചാരിച്ചു. എന്നിട്ട്
അവിടെ ചെന്നിട്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചു. കാരണം ഇതെല്ലാം കൂടി ഇട്ടുകൊണ്ട് പോകുന്നതിനകത്ത് ദസ് നോ പോയിന്റ്. കാരണം ഇട്ടുകൊണ്ട് പോകുന്ന അവിടെ മൊത്തം ചുളിഞ്ഞിരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും. സോ അവിടെ പോയിട്ട് എനിക്ക് ഡ്രസ്സ് മാറാനുണ്ട്. ഐ നീഡ് ടു സെറ്റ് മൈ ഹെയർ. ഇല്ല കാര്യമായിട്ടൊന്നുമില്ല, ഇതിങ്ങനെ ചുമ്മാ ബ്ലോ ഡ്രയർ വെച്ച് അങ്ങനെ അടിച്ചിങ്ങനെ വയ്ക്കത്തേ ഉള്ളൂ. ആൻഡ് നീഡ് ടു ഗെറ്റ് ഡ്രസ്ഡ് പോകാനുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒരു 3 മണി 1 മണിക്കെങ്കിലും എനിക്ക് അവിടെ എത്തണം. എന്നാൽ കാരണം എനിക്ക് ഒരുങ്ങാനായിട്ട് എന്തായാലും ഒരു അരമണിക്കൂർ എന്തായാലും വേണം. ഡ്രസ്സ് ഇടണം, ഷൂസ് ഇടണം, മുടി സെറ്റ് ചെയ്യണം, അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഇനി വി ആർ ഗോയിങ് ഫ്രം കൊല്ലം ടു കൊച്ചി. Also, I wanted to say ചെറിയൊരു താങ്ക് യു പോലെ, കാരണം ദിസ് ഇസ് മൈ ഫസ്റ്റ് ഇവൻറ്റ്. അതും ഫ്യൂജി ഫിലിം എന്നൊരു വലിയൊരു ക്യാമറ കമ്പനിയുടെ കൂടെ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സാധനം കുറേ പരിപാടികൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇൻവൈറ്റ് കിട്ടി പോകുന്നതൊക്കെ ആദ്യമായിട്ടാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്ററായിട്ട്. I'm sweating like anything. So I'm really happy and really grateful for all of you to make this thing happen. ഇനി സംസാരിച്ചുകൊണ്ടെന്നാൽ എന്തായാലും എൻ്റെ പോക്ക് നടക്കത്തില്ല, അതുകൊണ്ട് പിന്നെ കാണാം. അപ്പോൾ ശരി. സോ ഐ എം ഓൾമോസ്റ്റ് ഡൺ പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ ബാഗിനകത്തെല്ലാം എടുത്തു. ഇതെനിക്ക് അങ്ങ് അയർലൻഡിൽ നിന്ന് ഒരു ചേട്ടൻ കൊണ്ടു തന്നതാണ്. സോ ഐ എം ടേക്കിംഗ് ദാറ്റ് ആസ് വെൽ. ഇതിനകത്താണ് എൻ്റെ ഇടാനുള്ള ഡ്രസ്സെല്ലാം ഞാൻ എടുത്തത്. ബാക്കി സാധനങ്ങളെല്ലാം ഇതിനകത്ത് എടുത്തു. ക്യാമറ, ഫോണിൻ്റെ ചാർജർ, എൻ്റെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ വാട്ട് ഐ ഹവ് ടേക്കൺ, ബട്ട് യാ ദിസ് ഇസ് ഇറ്റ്. ഞാൻ ഈ ഒരു ടീഷർട്ടും ഷോർട്ട്സും ഇട്ടുകൊണ്ട്, ഈ ഷോർട്ട്സും കൂടെ ഇട്ടുകൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ഐ വിൽ ചേഞ്ച്, കാരണം ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇനി പോകുന്ന വഴി കാണാം. ഓക്കെ ബൈ. എന്നാലും അമ്മ അമ്പലത്തിലൊക്കെ പോയി എനിക്ക് ചന്ദനക്കുറൊക്കെ തൊട്ട് തന്നു. സോ ഐ തിങ്ക് വി ആർ ഗുഡ് ടു ഗോ. പോയിട്ട് വരാവേ. അപ്പം ശരി, ടാറ്റാ. അങ്ങനെ ഫൈനലി വീട്ടിൽ നിന്നെല്ലാം ഇറങ്ങി ഇനി കൊച്ചിയിലേക്ക്. ഞാൻ 1 മണിക്ക് എത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ എത്തിയപ്പോൾ 3 മണിയായി. 15 മിനിറ്റ് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്തിട്ട് ഐ റഷ് ടു ദ വെന്യൂലെത്തി എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇച്ചിരി കൂൾ ഡൗൺ ആയി ഞാൻ. പക്ഷേ ആ ഇവൻറ്റ് വന്ന ആരെയും എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ആളുകളായിരുന്നു. അപ്പോൾ ദാറ്റ് മെയ്ഡ് മീ എ ബിറ്റ് ടു നെർവസ്. പക്ഷേ ഐ വാസ് റിയലി എക്സൈറ്റഡ് ഫോർ ദി ഇവൻറ്റ്. എനിക്കിവിടെ സത്യം പറഞ്ഞാൽ ഒറ്റ മനുഷ്യനെ അറിയത്തില്ല. എനിക്കിങ്ങനെ അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക. നോട്ട് ഷുവർ വാട്ട് ഐ ആം ഡൂയിങ്. ക്യാമറയുടെ ഇൻട്രൊഡക്ഷൻ എല്ലാം ശേഷം ഞങ്ങളെല്ലാവരും കുറച്ച് മിണ്ടുന്നില്ല എന്നൊക്കെ കണ്ടപ്പോൾ ദി ഓർഗനൈസ്ഡ് എ ഗെയിം ഫോർ അസ്. അപ്പോൾ അതൊരു ബ്രേക്കിന് ശേഷമായിരുന്നു. ഇൻട്രൊഡക്ഷന് ശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ദി ഓർഗനൈസ്ഡ് എ ഗെയിം. അപ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ, സിൻസ് വി ഡോണ്ട് നോ ഈച്ച് അതർ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തത് കൊണ്ടിട്ട് എവറിബഡി വാസ് ബെറ്റ് ടു ഡിസ്റ്റൻറ്റ് ആൻഡ് കുറച്ച് സൈലൻ്റ് ആയിരുന്നു. ഓൾ ഓഫ് എ സഡൻ ആ ഗെയിം വന്നതിന് ശേഷം ആ ഐസ് ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വി വെയർ ഓൾ ലൈക്ക് നമ്മൾ പണ്ട് കോളേജിലൊക്കെ പഠിച്ച ഒരേ പോലെ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈവൻ ഐ വാസ് ഓൾസോ ബെറ്റ് ടു ഹെസിറ്റന്റ്. ഞാൻ കുറച്ച് റിജിഡായിരുന്നു ഇനിഷ്യലി. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ അവർ ഡാൻസ് ഒക്കെ കളിക്കാൻ പറയുമ്പോൾ ഐ ജസ്റ്റ് മൂവിങ് മൈ ബോഡി ഫോർ ദ സേക്ക് ഓഫ് മൂവിങ് ഇറ്റ്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈവൻ ഐ വാസ് thoroughly enjoying it.
So that was it for today's video. I hope you guys enjoyed today's video. This video was a big deal for me. കാരണം എനിക്കിങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ഒരു ഇവന്റിലേക്ക് ഇൻവൈറ്റ് കിട്ടുക ഇസ് എ ബിഗ് തിങ് ഫോർ മീ. അത് ഫൂജി ഫിലിം എന്നൊരു ബ്രാൻഡിൻ്റെ കൂടെ 2023 നവംബറിലാണ് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ വീഡിയോസ് ഒക്കെ പതിയെ ക്ലിക്കാവും, ആളുകൾ ഫോളോ ചെയ്യും, ഇങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പ്രോബ്ലി യൂട്യൂബ് ഒന്ന് തുടങ്ങുമെന്ന് ഞാൻ വിചാരിച്ച പോലും കാര്യമല്ല. ബട്ട് ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ എം ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. മേബി ഇൻ ദ ഫ്യൂച്ചർ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് when I just look into this all these videos I'll be really happy. അന്നിങ്ങനെ ചെയ്യാൻ പറ്റി, ഇന്നിങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. And I'm happy that I'm documenting all these things as well. I'm really thankful and grateful to all of you watching this thing because it's just because all of you ഇതെല്ലാം നടക്കുന്നത്. നിങ്ങളാരും ഇത് കാണുകയും സപ്പോർട്ടും ചെയ്തില്ലെങ്കിൽ this is nothing. So I'm really grateful and thankful to all of you. Yeah, that's all for today. I hope you guys enjoyed today's video. അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. അപ്പോൾ ശരി.